ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമയെപ്പറ്റി പെട്ടെന്നൊന്ന് പറയാം. ഡൊമിനിക് അരുൺ ഡയറക്റ്റ് ചെയ്ത് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത പടം. നമ്മുടെ കേരളത്തിലെ ചില നാടൻ മിത്തുകളൊക്കെയില്ലേ, അതിനെ ഒരു സൂപ്പർ ഹീറോ ലോകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. മലയാളത്തിൽ ഇത് തീർച്ചയായും ഒരു പുതിയ സംരംഭം തന്നെയാട്ടോ. ഒന്നാമത്തെ കാര്യം, ഇത് ലോക എന്ന പേരിൽ ഒരു പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സാണ് തുടങ്ങുന്നത്. മേക്കിങ്ങും വിഷ്വൽസും ഒക്കെ ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ്. പക്ഷേ കഥയുടെ കാതൽ നമ്മുടെ സ്വന്തം ഐതിഹ്യങ്ങളാണ്. ചാത്തൻ, മാടൻ, യക്ഷി അങ്ങനെയുള്ള രൂപങ്ങൾ. ഈ നാടൻ കഥാപാത്രങ്ങളെ സൂപ്പർ ഹീറോ ടച്ചോടെ അവതരിപ്പിക്കുന്നു. ഇത് മലയാളത്തിലൊരു ഫ്രഷ് അപ്രോച്ചാണ് ശരിക്കും. രണ്ടാമതായിട്ട് കഥാപാത്രങ്ങൾ. കല്യാണി പ്രിയദർശനാണ് ചന്ദ്ര. നല്ല പവർഫുൾ, കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ. സ്ക്രീൻ പ്രസൻസും കൊള്ളാം, ആക്ഷൻ സീനുകളും അടിപൊളിയാണ്. പിന്നെ നസ്ലിന്റെ സണ്ണിയുണ്ട്, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ. പ്രേക്ഷകർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. സാൻഡി മാസ്റ്റർ, നിഷാൻ സാഗർ ഇവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു സംഭവം എന്താച്ചാൽ കുറേ സർപ്രൈസ് ക്യാമിയോകളുണ്ട്. പിന്നെ സിനിമ കഴിഞ്ഞു ക്രെഡിറ്റ്സിന് ശേഷമുള്ള ഒരു സീനുണ്ട്, അതായത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. ഇത് അടുത്ത ഭാഗത്തിനു വേണ്ടി നമ്മളെ ശരിക്കും വെയിറ്റ് ചെയ്യിപ്പിക്കും. അവസാനമായിട്ട് ടെക്നിക്കൽ സൈഡ്. നിമിഷ് റവിയുടെ ക്യാമറ വർക്ക്, അതുപോലെ ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതൊക്കെ പടത്തിന് വേറെ ലെവലിൽ എത്തിക്കുന്നുണ്ട്. എഡിറ്റിംഗ്, VFX, ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ നല്ല സ്റ്റാൻഡേർഡിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വയലൻസ് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് അത്ര പറ്റിയ പടമായിരിക്കില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ദൃശ്യാനുഭവവും വലിയ സാധ്യതകളുള്ള ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിനും തുടക്കം കുറിച്ചിരിക്കുകയാണ്.